എൻ്റെ ഒരു കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. ഹാക്ക് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ന്യൂസ് കിട്ടിയത് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെയാണ്, പിന്നെ കൺഗ്രാജുലേഷൻ അന്നൊരു കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് എനിക്ക് ലിങ്ക് ഇട്ട് തന്നപ്പോഴാണ് ഓരോരുത്തരുടെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ലിങ്കുകളും എല്ലാം ഇത് കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തതും ഞാൻ ഷാലുവിനെ വിളിച്ച് പാനിക്കായിട്ട് എൻ്റെ അക്കൗണ്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാലുവാണ്. അപ്പോൾ ഷാലുവിനെ ഞാൻ വിളിച്ചിട്ട് ഷാലു പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനമാണ്, ഷാലു എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയാം, എനിക്ക് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, നീ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. അവൾ നോക്കിയിട്ട് അവൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവൾ എന്തൊക്കെയോ ചെയ്ത് റിക്കവർ ചെയ്ത് എടുത്തതാണിത്. എടുത്തിട്ട് ഇപ്പം കാരണം അതിനകത്ത് വന്ന പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് എന്നെ കൊല്ലാക്കൊല ചെയ്യരുത്. ഞാനിത് കേസ് വഴി തന്നെ മൂവ് ചെയ്യും. കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഇത്രയും വൃത്തിയായിട്ട് രീതിയിലുള്ള എന്നെ കുറേ അനാവശ്യമായിട്ടുള്ള ആൾക്കാരെല്ലാം എന്നെ കുറേ അനാവശ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്നെയും അദ്ദേഹത്തെ വെച്ചിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലും അല്ല ഞാൻ. മാനസികാവസ്ഥയിൽ ഞാൻ അങ്ങേ അറ്റം തളർന്നിരിക്കും. ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. ഓരോ ട്രോമയിൽ നിന്ന് ഞാൻ റിക്കവറായി വരുന്നതേ ഉള്ളൂ. എന്നെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ആര് കൊല്ലാക്കൊല ചെയ്താലും ഞാൻ ജീവിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കും. ചുമ്മാ ഇതാരും ആയിക്കോട്ടെ, ഞാൻ ആരാണെന്ന് ഇപ്പോൾ മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ നാളെ സ്റ്റേഷനിൽ പോയിട്ട് ഈ സർവീസിൽ പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എടുത്ത് ഇത് ആരായാലും ഇത് എന്തായാലും ഞാൻ പൊക്കിയെടുത്ത് വരും. ആരാണ് ഇങ്ങനെ ചെയ്തത്, എൻ്റെ ഹാക്ക് ചെയ്തത് ആരൊക്കെയാണ് ഇപ്പം എനിക്ക് എൻ്റെ സംശയങ്ങൾ ഞാൻ ആരൊക്കെയാണെന്ന് പറയുന്നില്ല. എനിക്ക് പല ആൾക്കാരുടെ സംശയമുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ തന്നെ എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആയിരുന്ന പല അക്കൗണ്ടുകളും ഉണ്ട്. പക്ഷെ ഇതാര് ചെയ്താലും ഞാൻ കേസ് ഉറപ്പായിട്ടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും. അത് ഞാൻ ഫോൺ ഓഫ് ആയിപ്പോയി. അപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഥവാ എൻ്റെ ലൈഫിൽ ആരെങ്കിലും വന്നാലോ, ആരെങ്കിലും എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായാലോ, എനിക്ക് കല്യാണം കഴിഞ്ഞാലോ, അത് ഞാൻ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ട് തരാം. അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ചോ. അല്ലാതെ ഞാനിത് ഞാൻ കല്യാണം കഴിക്കില്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാനായിട്ട് വാഴയായിട്ട് വന്ന് പറഞ്ഞോട്ടെ, അമ്മ നിങ്ങൾ വിശ്വസിക്കുക. ദയവ് ചെയ്ത് എന്നെ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുത്. പിന്നെ ഇത് ചെയ്ത ആരായാലും അത് ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. കാള കെട്ടുമെന്ന് കേട്ടപ്പോഴേ എല്ലാവരും കയറെടുത്ത് കുട്ടിയെ കെട്ടാനായിട്ട് പോയി. ഇപ്പോൾ സജന തന്നെ ആ വിവാദ പോസ്റ്റിന് ക്ലാരിഫിക്കേഷനുമായിട്ട് വന്നിരിക്കുകയാണ്. സജനയുടെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തിട്ടാണ് ഇത്തരമൊരു പോസ്റ്റ് ഇട്ടത്. നിലവിൽ സജന പ്രഗ്നന്റ് അല്ല. പിന്നെ സജനയും റസൂൽ പൂക്കുറ്റിയുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യമൊന്നും ഈ പോസ്റ്റിൽ പറയുന്നില്ല. മുമ്പ് ഫിറോസ് ഒരിക്കൽ പറഞ്ഞതായിട്ട് ഓർക്കുന്നു, സിനിമയിലെ ഒരു ഉന്നതനുമായിട്ട് സജനയ്ക്ക് ബന്ധമുണ്ടെന്നും ആ ബന്ധമാണ് തന്നെ വേട്ടയാടാൻ കാരണമെന്നും അതെല്ലാവരും കേട്ടതാണ്. അതിനെക്കുറിച്ച് പറയാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. അത്തരമൊരു അവിഹിതം പറയാനൊന്നും ഞാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിലവിൽ സജന ഗർഭിണിയല്ല. സജനയുടെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്ത് ഇത്തരമൊരു പോസ്റ്റ് ഇട്ടതാണ്. അതിനെതിരെയാണ് ഇപ്പോൾ സജന രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ കൃത്യമായിട്ട് അറിയാതെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയരുത്. ഇപ്പോൾ ചിലര് പറയും ചിലപ്പോൾ സജന കള്ളം പറയുന്നതായിരിക്കും, അവള് തന്നെ പോസ്റ്റ് ഇട്ടിട്ട് മുക്കിയതായിരിക്കും, മുമ്പും സജന ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. പക്ഷേ നിയമപരമായി സജന പോണു എന്ന് പറയുമ്പോൾ സജനയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തത് തന്നെ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. നാളെ പറ്റുമെന്ന് കേട്ടാൽ കയറെടുക്കരുത്. സജനയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്താണ് ആ വിവാദ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ് എടുക്കണം, അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പും ചെയ്തേക്കണം. ഓക്കെ.